ആകാശച്ചുഴിയിൽപ്പെട്ടതല്ല പൈലറ്റ് മയക്കുമരുന്നടിച്ചത് 145 യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് 145 യാത്രക്കാരുമായി വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് 300 അടി താഴ്ചയിലേക്ക് പതിച്ചു എന്നും ആ സംഭവത്തിൽ 4 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റിരുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. എയർ ഇന്ത്യ വിമാനത്തിന്റെ ക്യാപ്റ്റൻ പോസ്റ്റ് ഫ്ലൈറ്റ് ലഹരി പരിശോധനയിൽ പരാജയപ്പെട്ടതായി, അതായത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതായി ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നു. യാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും പരിഭ്രാന്തരായി നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് നാം കണ്ടതാണ്. 2026 ഓഗസ്റ്റ് 4-നായിരുന്നു അപകടമുണ്ടായത്. ഒഡീഷയ്ക്ക് സമീപത്ത് വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് അപകടം സംഭവിച്ചു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. വിമാനം യാത്രക്കിടയിൽ പെട്ടെന്ന് 300 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ കുലുക്കത്തിൽ 13 യാത്രക്കാരും 4 വിമാന ജീവനക്കാരും ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റിരുന്നു. ചില ജീവനക്കാരുടെ നട്ടലിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ഉയർന്നു പൊങ്ങിയ വിമാനം പെട്ടെന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നിയെന്ന് യാത്രക്കാരിൽ ഒരാൾ പറയുകയുണ്ടായി. ഈ അപകടത്തിന് ശേഷം വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം സിവിൽ ഏവിയേഷൻ ചട്ടം പ്രകാരം നടത്തിയ പരിശോധനയിലാണ് ക്യാപ്റ്റൻ നിരോധിത ഉത്തേജക അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധന നടന്നതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഔദ്യോഗിക ഫലം തങ്ങളുമായി ഇതുവരെ പങ്കുവച്ചിട്ടില്ലെന്നാണ് കമ്പനി വക്താവ് അറിയിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരെയും നിലവിൽ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിയമപ്രകാരം ഒരു പൈലറ്റ് ആദ്യമായിട്ടാണ് ഡ്രഗ് ടെസ്റ്റിൽ പരാജയപ്പെടുന്നതെങ്കിൽ അവരെ ലഹരിമുക്ത ചികിത്സയ്ക്കായി മാറ്റും. നെഗറ്റീവ് ഫലം ലഭിച്ച ശേഷം മാത്രമേ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുകയുള്ളൂ. രണ്ടാമതും ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ ലൈസൻസ് 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. 3-ാം തവണയും ആവർത്തിച്ചാൽ ലൈസൻസ് പൂർണ്ണമായി റദ്ദാക്കുന്നതാണ് നിലവിലെ നിയമം. എന്നാലും ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് DGCA. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ എയർ ഇന്ത്യക്ക് അടുത്തിടെ പല സുരക്ഷാ വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പല അന്വേഷണങ്ങളും നേരിടേണ്ടതായും വന്നിട്ടുണ്ട്. ജീവനക്കാരുടെ ജോലി സമയം, പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ട് DGCA കർശന നിരീക്ഷണവും തിരുത്തൽ നടപടികളും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ കടന്നു പോകുന്നത്. ജീവനക്കാരുടെ വിശ്രമ സമയം സംബന്ധിച്ച ചട്ടങ്ങൾ പാലിക്കാത്തതിന് DGCA കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകളും പരിശീലനങ്ങളും കൂടുതൽ കർശനമാക്കുവാൻ DGCA നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങളിലൂടെ എയർ ഇന്ത്യ ഫ്ലീറ്റും സേവനങ്ങളും മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലും ആഗോള സുരക്ഷാ റാങ്കിങ്ങുകളിൽ മുന്നിലെത്തുവാൻ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഇനിയും ആവശ്യമാണ്. എയർ ഇന്ത്യയും അതിന്റെ അനുബന്ധ സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസും ഉൾപ്പെട്ടിട്ടുള്ള ചില പ്രധാന വിമാനാപകടങ്ങൾ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപകടകരമായ ചില അനാസ്ഥകൾ മൂലമാണ് ഈ അപകടങ്ങളിൽ മിക്കവയും സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. 2025 ജൂൺ 12 നടന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 അപകടം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന ഉടൻ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും കെട്ടിടത്തിലുണ്ടായിരുന്ന ഏതാനും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആകെ 270-ലധികം ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. ഒരാൾ മാത്രമാണ് അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യത്തെ വലിയ വിമാനാപകടമായിരുന്നു ഇത്. കരിപ്പൂർ വിമാനാപകടം 2020 ഓഗസ്റ്റ് 7-ന് കോവിഡ് കാലത്ത് വിദേശത്തു നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയെ തുടർന്ന്
കരിപ്പൂർ വിമാനത്താവളത്തിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് തെന്നിമാറി താഴ്ചയിലേക്ക് പതിച്ച് രണ്ടായി പിളർന്നു. ഈ അപകടത്തിൽ പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേർ മരിക്കുകയും 100-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മംഗലാപുരം വിമാനാപകടം 2010 മെയ് 22 ദുബൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിങ് 737 വിമാനം ലാൻഡിങ്ങിനിടെ വൺവേയും കടന്ന് മലയിടുക്കിലേക്ക് മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു. അന്ന് വിമാനത്തിലുണ്ടായിരുന്ന 166 പേരിൽ 158 പേരും മരണപ്പെട്ടു. കനിഷ്ക ദുരന്തം 1985 ജൂൺ 23 എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമായിരുന്നു ഇത്. കാനഡയിലെ മോൺട്രിയലിൽ നിന്ന് ലണ്ടൻ വഴി ഡൽഹിയിലേക്ക് വരികയായിരുന്ന ബോയിങ് 747 കനിഷ്ക വിമാനം അയർലൻഡിന്റെ തീരത്തിനടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് തീവ്രവാദികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് തകരുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ എത്രയോ അപകടങ്ങൾ ആകസ്മികമാണെങ്കിലും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഈ അപകടങ്ങൾ നമുക്ക് എങ്ങനെ പൊറുക്കുവാൻ പറ്റും? പൈലറ്റുമാർ മയക്കുമരുന്ന് ഉപയോഗിച്ച്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വിമാനം പറത്തുന്നതിനെ എയർ ഇന്ത്യക്ക് എങ്ങനെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കുവാൻ പറ്റും? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.